രാവിലെ വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ചായക്കടിയുടേതാണ് ഇന്നത്തെ റെസിപ്പി. ഈവനിങ് സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. ഇതിലേക്ക് വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. നമ്മുടെ വീട്ടിൽ എപ്പോഴുള്ള കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു പലഹാരമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ചായക്കടി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ വേണ്ടത് റവയാണ്. റവ വെച്ചിട്ടാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കിയിട്ടുള്ളത്. ഞാനിപ്പോൾ 1/2 കപ്പ് റവ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/2 കപ്പിനടുത്തായിട്ട് തൈര്, അത്യാവശ്യം പുളിയുള്ള തൈരാണ്, ചെറിയ മിക്സിയുടെ ജാറിലിട്ടിട്ട് അതിലേക്ക് ഒരു പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു ഫ്ലേവറിന് മാത്രം മതിയാവും, അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു മിക്സ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന റവയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. മിക്സാക്കി എടുക്കുന്ന സമയത്ത് വെള്ളം കുറവുണ്ട് എന്നുണ്ടെങ്കിൽ പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചെറിയൊരു കട്ടിക്കായിട്ടുള്ള ബാറ്ററാക്കിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് പാകത്തിന് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് കാണാനൊരു ഭംഗിക്കും ഒന്നും കൂടെ ടേസ്റ്റി ആവാനും വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കഷ്ണം ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ലൂസായിട്ടുള്ള ബാറ്ററാക്കി എടുക്കുന്നുണ്ട്. ഒരുപാട് ലൂസായിട്ട് പോകരുത്, ചെറിയൊരു കട്ടിയായിട്ടുള്ള എന്നാൽ ചെറിയൊരു ലൂസും കൂടെ ആയിട്ടുള്ള ആ ഒരു രീതിയിലാണ് ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്കൊരു പിഞ്ച് അളവിൽ ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല. കൂടെ തന്നെ നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ഓയിലും കൂടെ, സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ശേഷം ഞാനിപ്പോൾ ഇതുപോലുള്ളൊരു പാത്രത്തിലാണ് ഇതൊന്ന് സെറ്റ് ചെയ്ത് എടുക്കുന്നത്. ആവിയിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഓയിൽ ബ്രഷ് ചെയ്തിട്ടുള്ള ഈ ഒരു പാത്രത്തിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. മുകളിൽ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല, കാണാനൊരു ഭംഗിയാണ്. മുകളിൽ ചെറിയൊരു എരിവും കൂടെ ഉണ്ടാകുമ്പോൾ ടേസ്റ്റി ആയിരിക്കും. ഇനി ഞാൻ സ്റ്റീമറിൽ വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ സ്റ്റീമറിലേക്ക് ഇറക്കി വെച്ചിട്ട് താഴ്ഭാഗത്ത് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. തിളച്ച വെള്ളത്തിൽ സ്റ്റീമർ ഇറക്കി വെച്ചിട്ട് അതിലേക്ക് ഈ ഒരു ബാറ്റർ ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 15-20 മിനിറ്റ് ആയപ്പോൾ തന്നെ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. മുകൾ ഭാഗമൊക്കെ നല്ല സെറ്റായിട്ടുണ്ട്. ഒരു ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കുമ്പോൾ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. ഒന്നും കൂടെ ഒന്ന് ടേസ്റ്റി ആവാനും അതുപോലെ തന്നെ കാണാനൊരു ഭംഗിക്കും വേണ്ടിയിട്ട് ചെറിയൊരു മിക്സും കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ 1/2 ടീസ്പൂൺ കടുകും അതുപോലെ തന്നെ കുറച്ച് വെളുത്ത എള്ളും കൂടെ ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. എള്ള് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും, അല്ലെങ്കിൽ കടുക് മാത്രമായാലും മതി. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തും പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നാൽ ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു പലഹാരം വെച്ചിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പലഹാരമാണ്. ഇതിലേക്ക് കറിയുടെ ആവശ്യമൊന്നുമില്ല. ഇനി അഥവാ കറി നിർബന്ധമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചട്നി ഉണ്ടാക്കിയിട്ട് കൂട്ടി കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പലഹാരമാണ്. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.